എൻ്റെ ഫാദറാണ് ഡയറക്ടർ. അത് ശരി. അപ്പൊ അച്ഛൻ്റെ അടുത്ത് ചാൻസ് ചോദിച്ചോ ഇങ്ങനെ സിനിമ ചെയ്യാന്ന് പറഞ്ഞപ്പോ, അതോ അച്ഛൻ ഇങ്ങോട്ട് വന്നും മോനെ അഭിനയിപ്പിച്ചോ? അഭിനയിപ്പിച്ചു. താല്പര്യമുണ്ടായിരുന്നു? താല്പര്യമുണ്ട്. പഠിക്കുന്ന ക്യാരക്ടറാണ്. പിന്നെ അതിന്റെ ഇതൊക്കെ ഭയങ്കരമായിട്ട് അഭിനയിക്കാനുണ്ടോ? അങ്ങനെയൊന്നുമില്ല, ഒരു ചെറിയ റോള്. അച്ഛൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോ കണ്ടിട്ട്? മിസ് ഡയറക്ടർ എന്ന രീതിയിൽ ഒന്നും പറഞ്ഞില്ല. ഇടയ്ക്ക് ഒരു റീഷൂട്ടൊക്കെ വന്നു. അല്ല, എന്നാലും നന്നായിട്ടുണ്ടെന്നോ ഒക്കെ പറഞ്ഞോ? അത് കഴിഞ്ഞിട്ട് പറഞ്ഞു നന്നായിട്ടുണ്ടെന്ന്. പിന്നെ ഇടയ്ക്ക് സീനൊക്കെ മാറ്റി എന്നിട്ട് പുതിയ സീൻ ആഡ് ചെയ്തു. ഏതെങ്കിലും സീൻ ചെയ്തപ്പോ ഈ നീന കുറുപ്പ് ഇങ്ങനെ വടി വെച്ച് അടിക്കുന്നൊരു സീനുണ്ട്. ആരെ? നീന കുറുപ്പ്. ആരടിക്കുന്നു? അടിക്കുന്നുണ്ടോ? ആഹാ, അപ്പൊ ക്യാരക്ടർ കുഴപ്പക്കാരനാണ്. അത് പഠിക്കാത്തതിന് ഇങ്ങനെ വെറുതെ വടി വെച്ചിട്ട് അടിക്കുന്നേ, അതേ ഉള്ളൂ. കിരാത എന്ന സിനിമയിലെ വളരെ പ്രത്യേകത നിറഞ്ഞ ഒരു താരമാണ് നമ്മളോടുള്ള ഇയാൻ, അല്ലേ? എന്താണ് ഇയാന്റെ റോൾ? എന്താണ് ഈ സിനിമയില്? നായകന്റെ അനിയനായിട്ടുള്ള റോളാണ്. ഇപ്പോ ആദ്യമായിട്ടാണോ? ആദ്യമായിട്ടാണ്. എങ്ങനെയാണ് ഈ ഒരു ക്യാരക്ടറിലേക്ക് എങ്ങനെ എത്തിയത്? ഈ സിനിമയിലേക്ക് എങ്ങനെ വന്നു? എൻ്റെ ഫാദറാണ് ഡയറക്ടർ. അത് ശരി. അപ്പൊ അച്ഛൻ്റെ അടുത്ത് ചാൻസ് ചോദിച്ചോ ഇങ്ങനെ സിനിമ ചെയ്യാന്ന് പറഞ്ഞപ്പോ, അതോ അച്ഛൻ ഇങ്ങോട്ട് വന്നും മോനെ അഭിനയിപ്പിച്ചോ? താല്പര്യമുണ്ടായിരുന്നു? താല്പര്യമുണ്ട്. ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്? ഇപ്പൊ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 6th. ഇതുവരെ അവിടെ സ്കൂളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ ഇതുപോലെ? ഡ്രാമയായിട്ടില്ല, ഒരു ഫ്ലവർ ഷോ ഒക്കെ. അപ്പൊ അച്ഛൻ പറഞ്ഞു ഇതില് അഭിനയിക്കണം എന്ന് പറഞ്ഞു, സമ്മതം മൂളി. അഭിനയിച്ചു. എത്ര ദിവസം ഉണ്ടായിരുന്നു ഷൂട്ടൊക്കെ? ഷൂട്ട് ഈ ഇടയ്ക്കിടയ്ക്ക് അത്ര. പേടിയുണ്ടായിരുന്നോ? ഫസ്റ്റ് ടൈം ചെറിയ പേടി ഉണ്ടായിരുന്നു, പിന്നെ അങ്ങ് മാറി. ഈ പോസ്റ്ററിൽ കാണുന്ന മാല തന്നെയല്ലേ? അതെ. അപ്പൊ എന്താണ് ഇതിലെ ഈ ഒരു എന്തെങ്കിലും പറയാനുണ്ടോ ഈ സിനിമയെ കുറിച്ച്? മിസ്, എന്താണ് ഇതിലെ ക്യാരക്ടർ? ഇതിപ്പോ പഠിക്കുന്ന ക്യാരക്ടറാണ്. പിന്നെ അതിന്റെ ഇതൊക്കെ ഭയങ്കരമായിട്ട് അഭിനയിക്കാനുണ്ടോ? അങ്ങനെയൊന്നുമില്ല, ഒരു ചെറിയ റോള്. അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ചെയ്തു. വഴക്ക് പറഞ്ഞിരുന്നോ? വഴക്കൊന്നും പറഞ്ഞിട്ടില്ല. തെറ്റിച്ചിട്ടൊന്നുമില്ല. ഒരു ഇടയ്ക്ക് 2 ടേക്കൊക്കെ വരും, അത്രേ ഉള്ളൂ. എന്താ ക്യാരക്ടറിന്റെ പേരെന്താ? പ്രണവ്. ഇതില് എന്താ ആരൊക്കെയായിട്ടാണ് കൂടുതൽ കോമ്പിനേഷൻ സീൻസ് ഉള്ളത്? ഇതിൽ കുറെ ന്യൂ കമേഴ്സും ഒക്കെ, കുറെ ചേട്ടന്മാര് ചേച്ചിമാരൊക്കെ ഉണ്ടല്ലോ. ആരൊക്കെയായിട്ട്? നീന കുറുപ്പും പിന്നെ എൻ്റെ ഒരു കസിൻ ഉണ്ട്. എന്താണ് ആദ്യത്തെ ദിവസം ഓർമ്മയുണ്ടോ? ഫസ്റ്റ് ഡേ അഭിനയിച്ച? ആദ്യമായിട്ടല്ലേ അഭിനയിക്കുന്നത്? ആദ്യ ദിവസം എന്തായിരുന്നു ആദ്യത്തെ സീൻ? ഫസ്റ്റ് ഡേ ഇപ്പോ റീൽ എടുക്കുന്നത്, ആ ടൈപ്പ് റീൽ എടുക്കുന്ന ഇതായിരുന്നു. ഡയലോഗ് ഒക്കെ ഉണ്ടോ? ഞാൻ ഡയലോഗ് അച്ഛൻ മുമ്പേ പറഞ്ഞു തന്നിരുന്നു. പഠിച്ചതാണോ അതോ അവിടെ വെച്ചിട്ട് ലൊക്കേഷനിൽ വെച്ചിട്ടാണോ ഡയലോഗ് പറഞ്ഞത്? പഠിച്ചത് ചിലതൊക്കെ പറഞ്ഞു തരും. ഇപ്പൊ നേരത്തെ പഠിച്ചിട്ട് ചിലത് പറഞ്ഞു തരുമായിരുന്നു, ഇപ്പൊ പഠിച്ചിട്ട് പറയുന്നത്. പിന്നെ ഓക്കെ എല്ലാം ഓക്കെ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ ലൊക്കേഷനിൽ? ഇല്ല, ബുദ്ധിമുട്ടായിട്ടൊന്നുമില്ല. സിനിമ എന്ന് പറയുമ്പോൾ നമ്മള് കുറേ ചിലപ്പോ രാത്രിയൊക്കെ പോവുമല്ലോ, കുറേ സമയത്തൊക്കെ പോവുമല്ലോ. അങ്ങനെ എന്തെങ്കിലും? രാവിലെയാണ്. രാത്രി അഭിനയിക്കേണ്ടി വന്നില്ല? ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല? അത് കാരണം ഹാപ്പിയാണ്. അച്ഛൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോ കണ്ടിട്ട്? മിസ് ഡയറക്ടർ എന്ന രീതിയിൽ? ഒന്നും പറഞ്ഞില്ല. ഇടയ്ക്ക് ഒരു റീഷൂട്ടൊക്കെ വന്നു. അല്ല, എന്നാലും നന്നായിട്ടുണ്ടെന്നോ ഒക്കെ പറഞ്ഞോ? അത് കഴിഞ്ഞിട്ട് പറഞ്ഞു നന്നായിട്ടുണ്ടെന്ന്. പിന്നെ ഇടയ്ക്ക് സീനൊക്കെ മാറ്റി എന്നിട്ട് പുതിയ സീൻ ആഡ് ചെയ്തു. എന്തായിരുന്നു കാരണം? കാരണം പറയല്ലേ? ഈ ലൊക്കേഷൻ ഈ സ്യൂട്ട് ആയിട്ടില്ല, അതുകൊണ്ട് ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു. പിന്നെ അത് മാറ്റി പിന്നെ റീഷൂട്ട് ചെയ്തു. പിന്നെ കുഴപ്പമൊന്നുമില്ല. നല്ല ഹാപ്പിയാണ്. സ്കൂളിലൊക്കെ എന്ത് പറഞ്ഞു അത് കഴിഞ്ഞിട്ട്? അവരൊക്കെ ഫ്രണ്ട്സ് ഒക്കെ കാണാൻ വന്നിരുന്നു ഷൂട്ടൊക്കെ? വീടിന്റെ അടുത്തായിട്ടല്ലായിരുന്നു, ഇടയ്ക്ക് എറണാകുളത്തൊക്കെ പോയി. പിന്നെ വീടിന്റെ അടുത്തായിട്ട് അവരൊന്നും അവിടെ ഇല്ലായിരുന്നു അപ്പോ ആ ടൈമിലായിരുന്നു. എന്നാലും ഇത്രയും ആൾക്കാരുടെ കൂടെ ഇത്ര ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ലൊക്കേഷനിൽ, അപ്പൊ അത് കാരണം ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു? വലിയ ആൾക്കാരൊന്നും ഇല്ല, നമ്മുടെ വീടിന്റെ ചുറ്റുപാടുള്ള പരിചയക്കാരായിരുന്നു, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇതില് അഭിനയിച്ച ദിവസങ്ങളിൽ ഏറ്റവും എൻജോയ് ചെയ്ത എന്തെങ്കിലും ഒരു സീൻ, ഓർമ്മയിലുള്ള ഒരു സീൻ? അതായത് ഏതെങ്കിലും സീൻ ചെയ്തപ്പോ നീന കുറുപ്പ് ഇങ്ങനെ വടി വെച്ച് അടിക്കുന്നൊരു സീനുണ്ട്. ആരെ? നീന കുറുപ്പ്. അടിക്കുന്നുണ്ടോ? ആഹാ, അപ്പൊ ക്യാരക്ടർ കുഴപ്പക്കാരനാണ്. അത് പഠിക്കാത്തതിന് ഇങ്ങനെ വെറുതെ വടി വെച്ചിട്ട് അടിക്കുന്നേ, അതേ ഉള്ളൂ. അതിന് ഇഷ്ടപ്പെട്ട സീൻ. അടി കൊണ്ടോ? അത് എത്ര ടേക്ക് പോയി?
അതെത്ര ഒറ്റ ടേക്ക് ഒന്നുമില്ല, അത് അടി കൊണ്ടിട്ട് ശരിക്കും അടി കൊണ്ടു? കുഴപ്പമില്ല, വേദനിച്ചോ? വലിയ ഇങ്ങനെ വെറുതെ ഒരു ചെറിയ കമ്പെടുത്ത് ഇങ്ങനെ അടിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ എങ്ങനെയാ ഇനി അഭിനയിക്കോ? ഇനി കിട്ടുമെങ്കിൽ അഭിനയിക്കും. അത് പുറത്തുള്ള ഡയറക്ടേഴ്സിന്റെ ഒക്കെ സിനിമയിൽ അഭിനയിക്കോ? അത് അഭിനയിക്കും. വീട്ടിലെ സിനിമകൾ മാത്രമേ ചെയ്യുള്ളൂ? അല്ല, പുറത്തുള്ള എല്ലാവരും അഭിനയിക്കും. ഇനിയിപ്പോ എന്താ തിയേറ്ററിലൊക്കെ പോണ്ടേ? ഇനി 23 എല്ലാം പോണം. ഇനി സ്കൂള് 2-ാം തീയതി തുറക്കും, ജനുവരി 2-ാം തീയതി. ഇനിയിപ്പോ കുറെ സിനിമകളൊക്കെ അഭിനയിക്കാൻ വിളിച്ചാൽ എന്ത് ചെയ്യും? സ്കൂള് കട്ട് ചെയ്യേണ്ടി വരില്ലേ? കട്ട് ചെയ്യേണ്ടി വരും. വിടുവോ? അച്ഛനമ്മയൊക്കെ വിടുവോ സ്കൂള് കട്ട് ചെയ്തിട്ട്? വിടും. പോവും, വിട്ടില്ലെങ്കിലും പോവും. അത് പോവും. എന്താണ് ഓഡിയൻസിനോട് പറയാറുള്ളത്? ആദ്യത്തെ സിനിമയല്ലേ, പ്രേക്ഷകരോട് എന്താ പറയാറുള്ളത്? പരമാവധി സപ്പോർട്ട് ചെയ്യണം, പിന്നെ സിനിമ എല്ലാവരും പോയി കാണണം, ഇത്രേ ഉള്ളൂ പറയാൻ. ഇത്രയല്ലേ പറയുള്ളൂ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.